എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇൻവെസ്റ്റർ പിച്ച് ഡെക്കിനെ പറ്റിയും അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രത്തൻ ടാറ്റ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ദയവായിട്ട് ആ വീഡിയോ കാണണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് മറ്റൊരു രൂപത്തിലാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതുവഴി ലഭിക്കുന്ന നേട്ടങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇന്ന് സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെയും ഏറ്റവും സൂക്ഷ്മതയോടും കൂടി ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക്, അഥവാ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇന്ന് 0.91% ആളുകൾക്കാണ്, ഓൺട്രപ്രണേഴ്സിനാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പോലുള്ള ആളുകളിൽ നിന്നൊക്കെ ഒരു പ്രസൻറ്റേഷൻ നടത്തി ഫണ്ട് കിട്ടുന്നൊരു സാഹചര്യം കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 0.03% ആളുകൾക്കാണ് ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിലേക്കൊക്കെ റീച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 1% താഴെ ആളുകൾക്ക് ഇത് ലഭിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പിച്ച് ഡെക്ക് എത്രത്തോളം സൂക്ഷ്മതയുള്ളതായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം ഒരു ഇൻവെസ്റ്ററുടെ, ഒരു പൊട്ടൻഷ്യലായിട്ടുള്ളൊരു ഇൻവെസ്റ്ററുടെ മുമ്പിൽ നമ്മുടെ ബിസിനസ്സിനെ മികച്ച രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുന്ന, ഫണ്ട് ലഭിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ നടത്തുന്ന ആ പ്രസൻറ്റേഷനാണ് പിച്ച് ഡെക്ക് എന്ന് പറയുന്നത്. അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് എങ്ങനെ തയ്യാറാക്കപ്പെടണം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം പൊട്ടൻഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്താൽ മാത്രമാണ്, ഈ പിച്ച് ഡെക്കിൽ ഇമ്പ്രസീവായിട്ട് അവർക്ക് തോന്നിയാലാണ് അവർ ഫർദർ ഡിസ്കഷനിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ പിച്ച് ഡെക്കിൻ്റെ മീനിങ് തന്നെ എന്താ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു പവർ പോയിൻറ്റ് മോഡലുള്ളൊരു പ്രസൻറ്റേഷനാണ്. ഫണ്ടിങ് ലഭിക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പ്രസൻറ്റ് ചെയ്യുന്ന പ്രസൻറ്റേഷനെയാണ് പിച്ച് ഡെക്ക് എന്ന് വിളിക്കുന്നത്. നോർമലി ഒരു 10-15 സ്ലൈഡുകൾക്കൊക്കെ അകത്ത് നിൽക്കുന്ന ആ ബിസിനസ്സിൻ്റെ ബിസിനസ് മോഡലും അതിൻ്റെ പ്രൊഡക്റ്റും എങ്ങനെയാണ് അതിലേക്ക് വരുമാനം വരുന്നത്, അതിൻ്റെ മോണിറ്റൈസേഷൻ സ്ട്രാറ്റജി, നമ്മുടെ ബിസിനസ്സിലെ ടീം ആരാണ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സാധാരണ സ്റ്റാർട്ടപ്പുകൾ പിച്ച് ഡെക്കിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഇനി പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. പിച്ചിങ് ഇൻ ബിസിനസ് refers to presenting business ideas to another party. നമ്മുടെ ബിസിനസ്സിൻ്റെ ആശയം എന്താണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി എന്താണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ലെവലുകൾ നമ്മളെങ്ങനെ വിഭാവനം ചെയ്യുന്നു, ഇതൊക്കെ മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ ഒരു സെഷനെയാണ് പിച്ചിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് പിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് ഐഡിയ, നമ്മുടെ ബിസിനസ് തോട്ട്സ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആ രീതിനെയാണ് ബിസിനസ് പിച്ച് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഐഡിയയെ റിയാലിറ്റി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഐഡിയയ്ക്ക് ഫണ്ട് കിട്ടുന്നതിന് ഇൻവെസ്റ്റേഴ്സിന് മുമ്പിലാണ് പ്രസൻറ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്ലയൻസ്, നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് മുമ്പിൽ പിച്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലീഗൽ അഡ്വക്കേറ്റ്സ് പോലുള്ള ആളുകൾക്ക് ഈ ഐഡിയയ്ക്ക് ഇങ്ങനെയൊക്കെ ലീഗൽ വശങ്ങൾ, ചിലപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസിൽ അതിന് വേണ്ട കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, പാറ്റൻ്റ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയും ഇത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഐഡിയ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്ററുടെ മുമ്പിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫണ്ട് കിട്ടാൻ വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ബിസിനസ് പിച്ചിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിച്ച് ഡെക്ക് തയ്യാറാക്കി പ്രസൻറ്റ് ചെയ്യുന്ന രീതി. ഇനി വാട്ട് ഈസ് ആൻ ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക്? ഒരു ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് എന്ന് പറയുമ്പോൾ നോർമലി ഒരു റിട്ടൺ ഡോക്യുമെൻ്റ്, ഒരു പ്രസൻറ്റേഷനുമാണ് നമ്മുടെ കമ്പനിയെ പറ്റിയും ബിസിനസ് പ്ലാനിനെ പറ്റിയും വിഷനെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവരണം അടങ്ങുന്ന ഡോക്യുമെൻ്റാണ് ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പുകൾ സാധാരണഗതിയിൽ അവർ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി തയ്യാറാക്കപ്പെടുന്ന ഒരു ഡോക്യുമെൻറ്റും പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെയാണ് ഇൻവെസ്റ്റർ പിച്ച് ഡെക്കുമായി ബന്ധപ്പെട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 മാക്സിമം ഒരു 20 സ്ലൈഡിനകത്തൊക്കെ ആയിരിക്കും ആ കമ്പനിയുടെ പ്രൊഡക്റ്റ്, ടെക്നോളജി, ടീം ഇതിനെപ്പറ്റിയൊക്കെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ആ ഡോക്യുമെൻറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ചില സ്ഥാപനങ്ങൾ ചിലപ്പോഴൊക്കെ ഇക്വിറ്റി അഥവാ ഷെയർ കൊടുത്തുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പെർട്ടിക്കുലർ പ്രോജക്റ്റിലേക്ക് മാത്രം ഫണ്ടിങ് ആഗ്രഹിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്ത് തന്നെയായാലും ഒരു നല്ല പിച്ച് ഡെക്കിൻ്റെ അകത്ത് ഒരു ഓൺട്രപ്രണർക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് തോന്നണം ഈ ബിസിനസ് ഐഡിയ വാലിഡാണ്, വാല്യുബിൾ ആണെന്ന് അവരെ ഫീൽ ചെയ്യിക്കാവുന്ന രൂപത്തിലായിരിക്കണം പിച്ച് ഡെക്ക് തയ്യാറാക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്തേണ്ടത്? പിച്ച് ഡെക്കിനെ പറ്റിയൊക്കെ ധാരാളം നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. നമുക്കിന്നിവിടെ സംസാരിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, ഹൗ ടു ഫൈൻഡ് ആൻ ഇൻവെസ്റ്റർ. ഒരു ഇൻവെസ്റ്ററെ കിട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 2 സ്റ്റെപ്പുകൾ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പിച്ച് ഡെക്കൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കുക. ഒന്ന്, മേക്ക് ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റർ ലിസ്റ്റ്.
നമ്മുടെ സാധ്യത ലിസ്റ്റിലുള്ള ഒരാളുകൾ, അതിപ്പോൾ നമ്മുടെ അടുപ്പം പരിചയക്കാർ സ്വന്തക്കാരെന്നൊന്നുമില്ല, പൊട്ടൻഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇതിനു വേണ്ടി സഹായിക്കുന്ന ചില ന്യൂസ് ലെറ്ററുകൾ കിട്ടുന്നതിനുള്ള സബ്സ്ക്രിപ്ഷൻ, അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ദ കേപ്പ് ടേബിൾ, ദ കെൻ, ദ മോർണിംഗ് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ yourstory.com പോലുള്ള സൈറ്റുകളിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ന്യൂസ് ലെറ്റേഴ്സ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അവർ സ്റ്റാർട്ടപ്സിനെ പറ്റി, ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നിരന്തരം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഇവരുടെയൊക്കെ വെബ്സൈറ്റുകൾ സ്ഥിരമായിട്ട് നോക്കുമ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ പറ്റി, വെഞ്ചർ ക്യാപിറ്റൽ ഫേമുകളെ പറ്റിയൊക്കെയുള്ള കൂടുതൽ ഐഡിയകൾ കിട്ടും. രണ്ടാമത്തെ വേറൊരു കാര്യം, സെർച്ച് ഫോർ ലേറ്റസ്റ്റ് ഇൻവെസ്റ്റർ ലിസ്റ്റ്. ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്ന ആളുകളുടെ വിവരങ്ങൾ നൽകുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ലൈക്ക് മീഡിയം, ടെക് ക്രഞ്ച്, കൊറ, ട്രാക്സൺ, ഏഞ്ചൽ ലിസ്റ്റ്, ക്രഞ്ച് ബേസ് ഇതുപോലുള്ള ഈ ഡാറ്റകൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നോക്കുന്നതും പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താൻ വളരെയധികം സഹായകരമായിരിക്കും. ഇനി ഈ ഇൻവെസ്റ്റർ ലിസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റൊക്കെ ആയിട്ട് ലിങ്ക്ഡിനും ട്വിറ്ററൊക്കെ വഴി കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കമ്പനിയെ പറ്റി റെലവൻ്റായ കുറേ ഇൻഫർമേഷൻസ് അറിയാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തുകൊണ്ട് അവർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ കിട്ടിയിട്ടുണ്ടോ, ഇതൊക്കെ അവരറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവരായിട്ടുള്ള ഡിസ്കഷനിൽ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാം. ചിലപ്പോൾ ചില ഇൻവെസ്റ്റേഴ്സ് എൻ്റെ ബിസിനസ്സിൽ ഫണ്ട് ചെയ്യില്ല, അതിൻ്റെ കാരണം എന്താണ്, അവർ ചില മേഖലകൾ നോക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും. ചിലർ നോക്കുന്നത് ഏർലി സ്റ്റേജിൽ മാത്രമാണ്, ചിലർ സെക്കൻഡ് സ്റ്റേജിലേ നോക്കുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം. ഇനി ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഇതിനു മുമ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ലാത്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ട്. അതുകൊണ്ടാണെങ്കിൽ അതിന് ഒക്കെ തരം തിരിച്ച് നമ്മൾ ഈ ലിസ്റ്റ് കൊണ്ട് നടക്കുക. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഓരോ ആളുകളെ മീറ്റ് ചെയ്ത് ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് നീങ്ങാം. ഇനി ടിപ്സ് ടു ഗെറ്റ് ഇൻവെസ്റ്റർ അഥവാ ഫണ്ടിങ്. ഇതിനു വേണ്ടിയുള്ള ചില ടിപ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂരിഭാഗം സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റികളും അല്ലെങ്കിൽ VC ഫേമുകളും തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക്, സ്റ്റാൻഫോർഡ് ഏഞ്ചൽ, ലെറ്റ്സ് വെഞ്ചർ, ലീഡ്സ് ഏഞ്ചൽ നെറ്റ്വർക്ക്, മുംബൈ ഏഞ്ചൽസ്, ഇങ്ങനെയുള്ള നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റികൾ ധാരാളമുണ്ട്. ഇവരെല്ലാം പലപ്പോഴും 3-4 മാസം കൂടുമ്പോഴൊക്കെ വൺ ഡേ ഇവൻറ്റുകൾ, പിച്ച് ഡേകളോ അല്ലെങ്കിൽ ഡെമോ ഡേകളോ നടത്താറുണ്ട്. ഈ നെറ്റ്വർക്കുകളിൽ വെച്ചാണ് ഇത്തരം ആളുകൾ കൂടുതൽ കണക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലുള്ള വലിയ VC ഏഞ്ചൽ നെറ്റ്വർക്ക് കമ്പനികളൊക്കെ ഇങ്ങനത്തെ പിച്ച് ഡേകൾ നടത്തും. ഇതിൻ്റെ അകത്ത് ഭാഗമാവാൻ രജിസ്റ്റർ ചെയ്യുക, ഇതിൽ പോവുക, 10 മിനിറ്റ് പ്രസൻറ്റേഷനൊക്കെ എടുത്ത് എന്തൊക്കെയാണ് നമ്മുടെ പ്രസൻറ്റേഷനിലുള്ള പോരായ്മകൾ, ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് വ്യക്തമായ ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റാതെ പോയത്, ഇതൊക്കെ മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. സാധാരണഗതിയിൽ ഒരു 50 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെയൊക്കെയാണ് സീഡ് ഫണ്ട് അല്ലെങ്കിൽ പ്രാഥമിക ലെവലിൽ ഒരു സിംഗിൾ ഇൻവെസ്റ്ററൊക്കെ ഫണ്ട് ചെയ്യാറുള്ളത്. ഇനി വളരെ ബേസിക് ലെവലിൽ 5 ലക്ഷം രൂപ മുതൽ ഫണ്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് VC ലെവലിലേക്കൊക്കെ കയറി വന്ന് വലിയ വലിയ ഫണ്ടിങ്ങുകളിലേക്കൊക്കെ പോകുന്ന അവസ്ഥകൾ സീരീസ് 2, സീരീസ് 3 ലെവലുകളൊക്കെയാണ് വരുന്നത്. ഇനി ചില ടിപ്സുകളും കൂടെ ഒരു ഇഫക്റ്റീവായിട്ടുള്ള പിച്ച് ഡെക്ക് തയ്യാറാക്കുന്ന ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സും കൂടെ പറയാൻ പോവുകയാണ്. അതായത് ഒരു പ്രസൻറ്റേഷനിൽ 3 ആസ്പെക്റ്റുകൾ എപ്പോഴും നോക്കുക. 1 വെർബൽ പ്രസൻറ്റേഷൻ സ്റ്റൈല്, 2 റിട്ടേൺ ആയിട്ടുള്ള അതിൻ്റെ ടെക്സ്റ്റ് കണ്ടൻറ്റ്, 3 ഡിസൈൻ. ഈ 3 കാര്യങ്ങളും ഭംഗിയായിട്ടാണെന്ന് ഉറപ്പ് വരുത്തുക. ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമുകൾ തന്നെ നല്ല പിച്ച് ഡെക്കിൻ്റെ മോഡലുകളും അതിൻ്റെ ചില എക്സാമ്പിളുകളൊക്കെ നൽകുന്നുണ്ട്. ലൈക്ക് ഒരു പോപ്പുലർ ഇൻവെസ്റ്റിംഗ് ഫേമായിട്ടുള്ള ആക്സിലറേറ്റർ, വൈ കോമ്പിനേറ്റർ ഉണ്ട്. അവരുടെ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട് ഒരു ഇഫക്റ്റീവ് പിച്ച് ഡെക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നാണ്. അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചില ഓൺലൈൻ ടൂളുകളും വെബ്സൈറ്റുകളും, മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ പവർ പോയിൻറ്റ്, ക്യാൻവ, സ്ലൈഡ് ബീൻ, പൗട്ടൂൺ, അതുപോലെ ആപ്പിൾ കീനോട്ട്, ഇതൊക്കെ പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ടൂളുകളാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കളറ്, ഫോണ്ട്, അതിൻ്റെ ഇമേജസ്, ഡിസൈൻ, ഇതൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ വളരെ അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ഒരു ഇഫക്റ്റീവ് പിച്ച് ഡെക്ക് എങ്ങനെ തയ്യാറാക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ടൂളുകൾ ഇതിനു വേണ്ടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്, അതിന് ഉപയോഗിക്കുന്ന കളർ തീം എങ്ങനെയായിരിക്കണം, ഇതിനുവേണ്ടി റെഫർ ചെയ്യേണ്ട ചില സൈറ്റുകളോ അല്ലെങ്കിൽ റെഫർ ചെയ്യേണ്ട ചില കമ്മ്യൂണിറ്റികളോ ഇതിൻ്റെ ഭാഗമാവേണ്ട ഇവൻറ്റുകളോ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയായാലും നല്ല രീതിയിൽ പിച്ച് ഡെക്ക് തയ്യാറാക്കാൻ സാധിക്കട്ടെ. പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം വരണം. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ സഹായിക്കുന്ന ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് തയ്യാറാക്കുന്നതിലേക്ക് ഈ നമ്മൾ പറഞ്ഞ കണ്ടൻറ്റ് തീർച്ചയായിട്ടും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.